റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്ത് 3 പേർ അറസ്റ്റിൽ. റഷ്യൻ ആർമിയിൽ എത്തിപ്പെട്ട മലയാളിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് ജോബ് റിക്രൂട്ട്മെന്റ് എന്ന പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ 3 പേരാണ് അറസ്റ്റിലായത്. വേലൂർ വെങ്ങിലശ്ശേരി ദേശം തൃശൂരിലെ സിബി, മേക്കാട് ദേശം കരീക്ക വില്ലേജ് എറണാകുളം ജില്ലയിലെ സന്ദീപ് തോമസ്, തൃശൂരിൽ നിന്നും സുമേഷ് സി ആന്റണി എന്നിവരാണ് പിടിയിലായത്. വടക്കഞ്ചേരി പോലീസാണ് 3 പേരെയും അറസ്റ്റ് ചെയ്തത്. പ്രതികളെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ റിജിൻ എം തോമസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീവൻ, സഗുൺ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത്. റഷ്യയിലെ മോസ്കോയിൽ ഇലക്ട്രീഷ്യൻ ജോലി ഒഴിവുണ്ടെന്നും കൂടുതൽ ശമ്പളം ലഭിക്കുമെന്നും നല്ല ജോലിയാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ജെയിൻ കുര്യൻ, ബിനിൽ, ബാബു എന്നിവരിൽ നിന്നും പണം വാങ്ങുകയുമായിരുന്നു. തുടർന്ന് ജോലി നൽകാതെ റഷ്യയുടെ മിലിറ്ററി ക്യാമ്പിലെത്തിച്ച് റഷ്യ യുക്രൈൻ യുദ്ധത്തിലേക്കുള്ള പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുകയായിരുന്നു പ്രതികൾ ചെയ്തത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ബിനിൽ ബാബുവിന്റെ ഭാര്യയുടെയും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജെയിൻ കുര്യന്റെ പിതാവിന്റെയും പരാതിയിലാണ് വടക്കാഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അതേസമയം റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്ത് എഡിജിപി എസ് ശ്രീജിത്ത് അന്വേഷിക്കും. യുവാക്കളുടെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രന്റെയും ബിനിൽ ബാബുവിന്റെയും ഗുരുതരമായി പരിക്കേറ്റ ജെയിൻ കുര്യന്റെയും ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്ന് വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസെടുത്തിരിക്കുന്നത്. യുക്രൈനിലെ ഡോണസ്കിൽ ഡ്രോൺ ആക്രമണത്തിലാണ് തൃശൂർ സ്വദേശിയായ സന്ദീപ് ചന്ദ്രൻ കൊല്ലപ്പെട്ടത്. മനുഷ്യക്കടത്തിലെ മുഖ്യ ഏജന്റുമാരായ സന്ദീപ് തോമസ്, സുമേഷ് ആന്റണി, സിബി ഔസേപ്പ് എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. റഷ്യയിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ബിനിൽ ബാബുവിന്റെയും സന്ദീപ് ചന്ദ്രനെയും അടക്കം റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്തത് ഇവരാണ്. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ജോലിക്കെന്ന് പറഞ്ഞാണ് ഇവരെ കൊണ്ടുപോയത്. സന്ദീപ് തോമസിനെ കൊച്ചിയിൽ നിന്നും സുമേഷ് ആന്റണിയെ തൃശൂരിലെ വീട്ടിൽ നിന്നുമാണ് പിടികൂടിയത്. വടക്കാഞ്ചേരി പോലീസാണ് സിബി ഔസേപ്പിനെ അറസ്റ്റ് ചെയ്തത്. കൂലിപ്പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട മലയാളികളും സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്ന കേസിൽ മറ്റു ചില മലയാളികൾക്ക് കൂടി ബന്ധമുള്ളതായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ നിന്ന് യുവാക്കളെ സെക്യൂരിറ്റി ജോലിക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയി റഷ്യൻ പട്ടാളത്തിൽ ചേർത്തതും വാർത്തയായിരുന്നു. റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ കുറിച്ച് സംസാരിച്ച വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രിക്സ് ഉച്ചകോടിക്കായി കസാനിലേക്കുള്ള യാത്രക്കിടെ പറഞ്ഞിരുന്നു. തങ്ങൾ മന്ത്രാലയത്തിലെ സംഭാഷണക്കാരുമായി വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. റഷ്യൻ സൈന്യത്തിൽ നിയമവിരുദ്ധമായോ അല്ലാതെയോ യുദ്ധം ചെയ്യാൻ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്കാരുടെ വിഷയത്തിൽ വിദേശകാര്യവും റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയവും ഇടപെട്ടു. ഈ വിഷയം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത തലങ്ങളിൽ പ്രസിഡന്റ് പുടിനുമായും ചർച്ച ചെയ്തു. നിലവിലെ വിവരമനുസരിച്ച് ഏകദേശം 85 പേർ റഷ്യയിൽ നിന്ന് മടങ്ങിയെത്തി എന്നതാണ് ഇപ്പോഴത്തെ തങ്ങളുടെ ധാരണയെന്നും വിക്രം മിശ്രി പറഞ്ഞു. നിർഭാഗ്യവശാൽ സംഘട്ടനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ ചില മൃതശരീരങ്ങളും നമുക്ക് തിരികെ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 20 പേർ ഇപ്പോഴും അവശേഷിക്കുന്നുവെന്നും അവിടെ സായുധ സേനയിൽ അവശേഷിക്കുന്ന എല്ലാ ഇന്ത്യക്കാരെയും നേരത്തെ ഡിസ്ചാർജ് ചെയ്യുന്നതിനായി തങ്ങളുടെ സംഭാഷണക്കാരെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്നാണ് ധാരണയെന്നും വിക്രം മിശ്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.